അപ്പം ഞാൻ ഈ കേജവേച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ടീച്ചറും മരിക്കുന്നതിന് മുമ്പ്, കേജവേച്ചൻ ഭാര്യ ഷേർലി ടീച്ചർ മരിക്കുന്നതിന് മുമ്പ് അവരെ പോയി കണ്ടിരുന്നു. അവരപ്പം പറഞ്ഞ കുറേ കഥകളുണ്ട്. ഈ കൊണ്ടപ്പള്ളിയുടെ കഥ പറഞ്ഞപ്പോഴാണ്. അപ്പം അവരുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു, അവരുടെ ആഗ്രഹം എന്തായിരുന്നു, അവരുടെ വിദ്യാഭ്യാസ പദ്ധതി എന്തായിരുന്നു, അതിനെ കേരളത്തിലെ ബുദ്ധിജീവികൾ ചെന്നിട്ട് എങ്ങനെ നശിപ്പിച്ചു എന്നതിൻ്റെ കഥയാണ് വയനാട്ടിലെ കനവ് എന്ന് പറയുന്ന സ്കൂളിൻ്റെ. കനവിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് പോയി കണ്ടാൽ അറിയാം. ബേബിച്ചേട്ടൻ ഈ ഷേർലി ടീച്ചറും വലിയ സ്വപ്നങ്ങളോടുകൂടി തുടങ്ങിയ ഒരു പരിപാടി, അതിനെ കേരളത്തിലെ ബുദ്ധിജീവികളെല്ലാം കൂടെ അങ്ങ് ചെന്ന് ആക്രമിച്ച് തകർത്തതിൻ്റെ കഥയാണ് ഞാൻ എഴുതിയത്. എന്നിട്ട് അവർ പറഞ്ഞു, അയ്യോ അനുസ്മരണത്തിന് ഇതെങ്ങനെ ഇടുക? ഞാൻ പറഞ്ഞു, ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടുക, നിങ്ങൾക്ക് സൗകര്യം ഉണ്ട് ഇടുക, എനിക്ക് അനുസ്മരിക്കാനുള്ളത് ഇതാണ്. കാരണം ബുദ്ധിജീവികളെ പരമാവധി നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുകയാണ്, അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും അതൊരു വളരെ പ്രധാനപ്പെട്ടാണ്. ആ പ്രസ്ഥാനം വിജയിക്കണമെങ്കിൽ ബുദ്ധിജീവികളായിട്ടുള്ള ആരെയും നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കരുത് പരമാവധി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉപദേശമായിട്ട് കേൾക്കുകയും ചെയ്യരുത്. അത് നമ്മൾ കാറിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആന്റി ഇന്റലക്ച്വലായിട്ട് കണക്കാക്കുന്നേ ഭയങ്കര. ഇവരെ എന്ന് വെച്ചാൽ ഞാൻ നോവൽ എഴുതി തുടങ്ങുന്ന കാലത്ത് എന്നോടൊരു ബുദ്ധിജീവി ഉപദേശിച്ചു. എന്താ ഉപദേശം എന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ വായിക്കാൻ വേണ്ടി എഴുതരുത്. എന്തിനാണ് നമ്മളങ്ങനെ ആളുകൾക്ക് വായിക്കാൻ വേണ്ടി നമ്മൾ എഴുതരുത്, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി എഴുതണം. അത് ഞാൻ കേട്ടിരുന്നെങ്കിൽ, ആ ഉപദേശം കേട്ടിരുന്നെങ്കിൽ ഇന്ന് എന്നെ ഇവിടെ വിളിക്കുകയില്ല, ആരും എന്നെ വിളിക്കുകയില്ല, ഒരു മനുഷ്യൻ എന്നെ അറിയുകയില്ല. ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ എഴുതരുതെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ ബുദ്ധിജീവൻ. അതാണ് ഞാൻ പറഞ്ഞ ഈറ്റങ്ങളെ എന്ത് പ്രസ്ഥാനത്തിലോ നമ്മൾ അവരുടെ ഉപദേശത്തിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിച്ചുകൂടാ.